കാലടിയിൽ പുതുതായി നിർമ്മിച്ച പച്ചക്കറി പലചരക്ക് വിപണന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അങ്കമാലി എംഎൽഎ റോജി എം ജോൺ നിർവഹിച്ചു. 5 മുറികൾ അടങ്ങിയ കെട്ടിടം 35 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. മത്സ്യമാംസ മാർക്കറ്റിനായി പണിത കെട്ടിടത്തിന് സമീപമാണ് പച്ചക്കറി പലചരക്ക് വിപണനത്തിനായുള്ള കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പുതിയ കെട്ടിടം അങ്കമാലി എംഎൽഎ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ഈ മാർക്കറ്റ് ഇവിടെ പണി പൂർത്തീകരിച്ചെങ്കിലും അത് വിഭാവനം ചെയ്ത നിലയിലേക്ക് നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി പ്രവർത്തനക്ഷമമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിന്റെ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ പച്ചക്കറി മാർക്കറ്റും കൂടെ നമുക്ക് ഇവിടെ ഒരു സൗകര്യം ഒരുക്കുന്നത്. കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി അധ്യക്ഷനായി. അങ്ങനെ പുനരാരംഭിക്കുമ്പോൾ ഇവിടെ പച്ചക്കറിയും പലചരക്കും ഈ മാർക്കറ്റിലേക്ക് വിപണനം നടത്താനുള്ള സൗകര്യം ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പഞ്ചായത്തിന്റെ തനത് ഫണ്ട്, പ്ലാൻ ഫണ്ടൊന്നുമല്ല, പഞ്ചായത്തിന്റെ തനത് ഫണ്ട് 35 ലക്ഷം രൂപ വകയിരുത്തിയാണ് ഈ 5 മുറികൾ അടങ്ങുന്ന കെട്ടിടം ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇത് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 5-ാം തീയതി ഇതിന്റെ എല്ലാം ഈ മാർക്കറ്റിന്റെ മുഴുവൻ ബാക്കി കിടക്കുന്ന എല്ലാത്തിൻ്റെയും ലേലം നടക്കുകയാണ്. അങ്ങനെ ലേലം കൊണ്ടതിന് ശേഷം 10-12 ദിവസങ്ങൾക്ക് അകം, ഇത് ലേലത്തിന്റെ അവസ്ഥ നോക്കിയിട്ട് വേണം ഡേറ്റ് തീരുമാനിക്കാൻ, ദിവസങ്ങൾക്കകം ഈ മാർക്കറ്റ് പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത്. ഇവിടെ ഇതിന്റെ കവാടം മാറ്റുന്നതിന് 2 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ്, ഇപ്പുറത്തേക്ക് ഒരു ഗേറ്റ് വയ്ക്കുന്നതിന് 2 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്രോജക്റ്റിന് TS വേണ്ടിയും PWDയുടെ NOCക്ക് വേണ്ടിയും കാത്തിരിക്കുകയാണ്. അതും ഉടൻ തന്നെ മാർക്കറ്റ് ആരംഭിക്കുന്നതിന്റെ പിന്നാലെ തന്നെ ആ ഗേറ്റ് മാറ്റി നമ്മൾ സ്ഥാപിക്കും. പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് ഇവിടെ എത്തുന്ന കാലടിയിലെ അല്ലെങ്കിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തുന്ന ഒരാൾക്ക് എല്ലാ സാധനവും ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകാൻ, വിവിധതരം ഇറച്ചിയും വിവിധതരം മാംസവും മത്സ്യവും അതോടൊപ്പം തന്നെ പച്ചക്കറിയും പലവ്യഞ്ജനവും വാങ്ങിക്കൊണ്ടു പോകാനുള്ള സാഹചര്യത്തിലേക്കാണ് ഭരണസമിതി ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഡിസംബർ 5-ന് മാർക്കറ്റ് പൂർണ്ണമായും ലേലം ചെയ്യും. ഡിസംബർ 25-ന് മുൻപ് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചാൽ പിന്നെ മാർക്കറ്റ് ഏരിയയിൽ വഴിയോര കച്ചവടവും ലൈസൻസ് ഇല്ലാതെയുള്ള കച്ചവടവും അനുവദിക്കില്ലെന്ന് പഞ്ചായത്ത് അധികാരികൾ അറിയിച്ചു. കാലടിയിലെ ജനങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്നതാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. കാലടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ശാന്ത ചാക്കോ, ഷിജി വർഗീസ്, സിജു കല്ലുങ്ങൽ, പഞ്ചായത്ത് അംഗങ്ങളായ MP ആന്റണി, KT എൽദോസ്, PK കുഞ്ഞപ്പൻ, ബിനോയ് കൂരൻ, ശാന്ത ബിനു, ഷീജ സെബാസ്റ്റ്യൻ, അമ്പിളി ശ്രീകുമാർ, ഷാനിദ നൌഷാദ്, ആസൂത്രണ സമിതി ചെയർമാൻ ജോയ് പോൾ, സെക്രട്ടറി വിജയലക്ഷ്മി, അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി. കുറഞ്ഞ പലിശ, കൂടുതൽ പണം, 30 വർഷത്തെ പാരമ്പര്യം, ഹൃദ്യമായ സേവനം, ഞൊടിയിടയിൽ പണം. സൗത്ത് ഇന്ത്യയിലെ 100% വിശ്വസിക്കാവുന്ന സ്ഥാപനം CFL ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡ്. മാറുന്ന ജീവിതം, മാറാത്ത വിശ്വാസം.